ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പോസിറ്റീവ് മാത്രമേ എല്ലാവരും കണ്ടാൽ പോരല്ലോ, നമ്മൾ തെറ്റിക്കുന്നൂടെ കാണണമെന്ന് വിചാരിച്ച് അപ്പോൾ ബ്ലൂപ്പേഴ്സ് കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അത്യാവശ്യം നല്ല ഒരു ചെറിയ റീച്ച് കിട്ടാൻ തുടങ്ങി. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി. അപ്പോൾ നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ദാസേട്ടനും മധുചേട്ടനുമാണ്. അല്ലാതെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഗുരു ഇല്ല. അപ്പോൾ ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയുന്നത് എൻ്റെ ഗുരു ദാസേട്ടൻ അല്ലെങ്കിൽ മധുചേട്ടനാണ്. മദനയാമിനി ഹൃദയ സൗരഭം. ദാസേട്ടനെ ഭയങ്കര ഇഷ്ടം, മധുചേട്ടനെ ഭയങ്കര ഇഷ്ടം. ഇവരെ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. ഇവരുടെ പാട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഈ ഒരു സെലക്ഷൻ എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ 90s കിഡ് ആയല്ലോ, തന്തവൈ പാടല്ലോ. കടയിലൊക്കെ കഴിക്കാൻ എവിടെയോ നല്ല കണ്ടുപരിച്ചിട്ടുണ്ട്. ഇവരുടെ ചെറുതായിട്ട് പാട്ടൊക്കെ റീൽസ് ഒക്കെ ചെയ്യുന്നത്. അതെ അതെ അതെ, ഭയങ്കര സന്തോഷം നമുക്ക് അങ്ങനെ വരുമ്പോൾ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതാണ് ആരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ട്? അതിനകത്ത് ഇങ്ങനെ 2 വരുന്നുണ്ട്. ചേട്ടാ പാട്ട് നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ് എന്നൊക്കെ. ഓക്കെ, നിലവിൽ സിംഗിൾ ആണ്. സിംഗിൾ, റെഡി ടു മിംഗിൾ. അനിയത്തി എങ്ങനെയാ, കുറുമ്പിയാണോ അതോ? അയ്യോ ആണോന്നോ, എൻ്റെ പൊന്നോ ഇതുപോലൊരു സാധനം. അപ്പൊ ഇപ്പം വൈറലായിട്ട് ഒരു പാട്ടുണ്ട്, അതായത് ഡ്യുവറ്റ് പാടുന്ന നമ്മുടെ ലോലൻ കേട്ടായിരുന്നു. സൂപ്പർ. ചന്തമുള്ള പന്തലൊരു കണതാരേ തൊട്ടാവാടി തത്തേ നിന്നെ കെട്ടാൻ പോവണതാരേ. നമ്മള് KSRTC ടിക്കറ്റ് എടുക്കണം, സൈഡ് സീറ്റിൽ എടുത്തിട്ട് ഈ പാട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരാശാമരം പൂക്കുന്നുവോ ഞാനും നീയും മാത്രം കണ്ടു. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ രേഷ്മ. ഇന്ന് എന്നോട് ഒപ്പമുള്ളത് ഒരു വൈറലായിട്ടുള്ള ഗായകനാണ്, അതായത് അണ്ടർസ്കോറിലേക്ക് എത്തിയിട്ടുള്ളത്. അതാരാണെന്നല്ലേ? ഇല്ലില്ലങ്കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തി മാനേ മാനേ കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന കോപമോടെ മെല്ലെ മെല്ലെ മാറിടുന്ന മാൻകിടാവേ. ഓക്കെ, അപ്പൊ റോബിൻ റോയ് ആണ്. നമസ്കാരം. ഹായ്, സ്വാഗതം. അപ്പൊ എങ്ങനെയാണ്, ഫസ്റ്റ് ടൈം ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു പാട്ട് തെറ്റിച്ച് ഇൻസ്റ്റയിൽ പാടി വൈറലായത്? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം നമ്മൾ മൊബൈൽ ഓൺ ആക്കുക, നമ്മൾ കറക്റ്റായിട്ട് പാടുന്ന മാത്രം കട്ട് ചെയ്തിട്ട് അത് മാത്രം ഇടുമായിരുന്നു. അപ്പം നമ്മുടെ കൂട്ടുകാർ മാത്രമേ അത് കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പോസിറ്റീവ് മാത്രമേ എല്ലാവരും കണ്ടാൽ പോരല്ലോ, നമ്മുടെ തെറ്റിക്കുന്നൂടെ കാണണമെന്ന് വിചാരിച്ച് അപ്പോൾ ബ്ലൂപ്പേഴ്സ് കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അത്യാവശ്യം നല്ല ഒരു ചെറിയ റീച്ച് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും തെറ്റും കാണണം ശരിയും കാണണം. അപ്പോൾ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടപ്പോഴത്തേന് അത്യാവശ്യം നല്ലൊരു റീച്ച് വന്നു തുടങ്ങി. അപ്പോഴാണ് ഇപ്പോൾ തെറ്റിയതും രണ്ടുകൂടെ മിക്സ് ചെയ്ത് ഇടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു റീസെന്റ് ആയിട്ട് ഒരു 1 മില്യൺ ഒക്കെ. അതെ അതെ, അത് മറ്റേ മാനേന്ന് പറഞ്ഞ സോങ്, അയാൾക്ക് അത് എഴുതുക എന്ന ഫിലിമിലെ അതും ഇതുപോലെ ചെറുതായിട്ട് തെറ്റിയത് അവിടെ അത് മിക്സ് ചെയ്തു. പിന്നെ അത് കറക്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്ത് പാടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ഈ റീച്ച് ഒക്കെ കണ്ടിട്ട്? ഭയങ്കര സന്തോഷമുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു, നല്ലതാന്ന് പറയുന്നു. പിന്നെ ഒത്തിരി 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 ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതെ, കമന്റിന് താഴെ കുറെ പേര് വന്നിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്, അതായത് കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. ചിലര് ദാസേട്ടനെ പോലെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ കാണുന്നുണ്ട്? ഞാൻ ശരിക്കും പാട്ട് പഠിക്കുന്നത് ഗുരു ബേസ്ഡിലൊന്നും അല്ല. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഓണാക്കുക, അപ്പോൾ നമ്മുടെ ഗുരു എന്ന് പറയുന്നത് ദാസേട്ടനും മധുചേട്ടനുമാണ്. അല്ലാതെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഗുരു ഇല്ല. അപ്പോൾ ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയുന്നത് എൻ്റെ ഗുരു ദാസേട്ടൻ അല്ലെങ്കിൽ മധുചേട്ടനാണ്. അവരുടെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ട് അതങ്ങ് നമ്മൾ പാടും. അത് തന്നെ നമ്മളൊരു 100 പ്രാവശ്യം കേട്ട് അതുപോലെ അങ്ങ് പാടുന്ന. അപ്പോൾ അവരുടെ ഒരു ചെറിയൊരു ചായ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആൾക്കാർക്ക് തോന്നുന്ന ഇങ്ങനെ ഒരു ചെറിയ ചായ ഉള്ളതായിട്ട്. പാട്ടിലെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഒന്നുകൂടി പേര് പറയാം. പേര് റോബിൻ. റോബിൻ. റോബിൻ റോയ് എവിടെയായിരുന്നു സ്ഥലം? ഞാൻ പത്തനംതിട്ട, തിരുവല്ലയിൽ. അപ്പം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കൂടി ആണ് അദ്ദേഹം, അല്ലേ? അതെ അതെ, ഞാനിപ്പം നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി എടുത്തു പറയണം, അനിയത്തി, അമ്മ, അച്ഛൻ, അല്ലേ? എല്ലാരും പാട്ടുകാരാണ്. ഈ അച്ഛനെ അമ്മയൊക്കെ ഇനി ഫ്രെയിമിലേക്ക് എപ്പോഴാണ് കൊണ്ടുവരുന്നത്?
അമ്മ ഇവിടെ ഇല്ല. അമ്മ ഇസ്രായേലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പപ്പയും ബിസിനസ് കാര്യങ്ങളിൽ തിരക്കിലായതുകൊണ്ട് ഇവിടെ ഇല്ല. അനിയത്തി ജർമ്മൻ പഠിക്കാൻ വേണ്ടി മൂവാറ്റുപുഴയിൽ സ്റ്റേ ചെയ്താണ് പഠിക്കുന്നത്. വീട്ടിൽ മിക്കവാറും ഞാൻ മാത്രമേ കാണാറുള്ളൂ. സിംഗിൾ ആണ്. എന്താ വീട്ടിൽ എന്തെങ്കിലും ഉള്ളൂ അതും കഴിച്ച് മിണ്ടാതെ വീട്ടിലിരിക്കുക, അതാണ് പരിപാടി. പിന്നെ ഇടയ്ക്ക് പപ്പ ഫ്രീ ആയിട്ട് വന്നപ്പോഴത്തേനും പപ്പയെ വെച്ചൊരു ചെറിയ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ അമ്മ ഇനി ലീവിന് വരുമ്പോൾ അമ്മയെ വെച്ച് ചെയ്യണം. അനിയത്തി വരുമ്പോൾ ഓരോ വീഡിയോ ഒക്കെ എടുത്തിടാറുണ്ട്. അനിയത്തിയായിട്ടും പാട്ട് പാടി ഉണ്ട്. അവളുമായിട്ട് ആദ്യം എൻ്റെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ പാട്ട് അവളുടെ കൂട്ടത്തിലായിരുന്നു. നമ്മുടെ ചാന്ത് പൊട്ട് സിനിമയിലെ മറ്റേ ചാന്ത് കുടങ്ങ് ആ സാധനം, അതിന്റെ ഒരു ഹമ്മിങ് ഇല്ലേ, അതെടുത്തിട്ടപ്പോഴും പാടുവോ? അതിന് ഡുവറ്റ് ഉണ്ടെങ്കിൽ പാടാം, അത് കൂടുതൽ പാടും. ഇല്ല ഇല്ല, ഞാൻ അത്രയില്ല. അത് ഞങ്ങൾ രണ്ടുകൂടെ, ഞാൻ രാവിലെ ഓഫീസിൽ പോയതാ. ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അനിയത്തി നല്ല ഉറക്കം. അപ്പോൾ അവളെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ നേരെ പിടിച്ച് എണ്ണിപ്പിച്ച് നിർത്തിയിട്ട് എടി പാട്ടങ്ങ് പാടാൻ പറഞ്ഞു. ചെറുതായിട്ട് ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച് സംഭവം പാടി എടുത്തിട്ടു. ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പം 3000 വ്യൂസ് ഒക്കെ എനിക്ക് സാധാരണ വരാറുള്ളൂ. എനിക്ക് 500 ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും ഈ 3000 മാറി ചെറുതായിട്ട് 10000 ആയി. അപ്പോൾ ഭയങ്കര ഹാപ്പി. അയ്യോ 10000 വ്യൂസ് എനിക്ക്. പിന്നെ മണിക്കൂർ കഴിയുന്നതനുസരിച്ച് 10, 20, 30, 40 കയറി 100 ആയി, 200 ആയി. അപ്പോൾ അത് 300K വ്യൂസ് ഒക്കെ ആയി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വൈറലായിട്ടുള്ള വീഡിയോ. അപ്പോൾ എല്ലാം അനിയത്തിയുടെ നിന്നായിരുന്നു തുടക്കം. അനിയത്തിക്ക് എങ്ങനെ ഭയങ്കര സപ്പോർട്ടാണോ? അനിയത്തി ഉള്ള സമയത്ത് ഇങ്ങനെ വന്ന് സപ്പോർട്ട് ചെയ്യും. എന്നാലും നമ്മൾ ഇടയ്ക്ക് 2 കൊടുക്കണം, എന്നാലേ വരുള്ളൂ. വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ എങ്ങനെയാ? അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. കൊച്ചിലെ തൊട്ട് LKG തൊട്ട് ഇങ്ങനെ സ്റ്റേജ് കയറ്റി ഇങ്ങനെ വിടും. പിന്നെ പത്രത്തിൽ ഇങ്ങനെ കട്ടിങ്സ് വരുമല്ലോ, ലളിതഗാന മത്സരം. അപ്പോൾ എല്ലാത്തിലും കട്ട് ചെയ്ത് വിട്ട് എന്നെ അതിനകത്ത് കയറ്റി വിടും. അമ്മയായിരുന്നു തുടക്കം എല്ലാത്തിനും. പിന്നെ പപ്പായ നല്ല സപ്പോർട്ടാണ്. പിന്നെ പാടാൻ മിക്കവാറും അനിയത്തിയെ കാണും, കാരണം അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് അനിയത്തിയേ ഉള്ളൂ. ഇതൊക്കെയാണ് പാട്ടിലെ വിശേഷം. ഈ പാട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോബിൻ പാടുന്ന കുറേ പാട്ടുകൾ, അതായത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പാട്ടുകളാണ്. ഈ ഒരു സെലക്ഷൻ എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ 90s കിഡ് ആയല്ലോ, തന്തവൈകാണല്ലോ. പക്ഷെ 2Kയിലെ ആൾക്കാർ ഈ ഒരു പാട്ട് ആസ്വദിക്കുന്നുണ്ട്. അല്ല, ഞാൻ 2K പാട്ടിൽ മാത്രമേ ഉള്ളൂ 90s. ശരിക്കും അപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 23. 23 ഗൈസ്. ഓക്കെ. അപ്പൊ ഈ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട്, വീണ്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഇങ്ങനെ സജഷൻ അല്ല, ഞാൻ കൊച്ചിലെ തൊട്ട് എനിക്ക് പാട്ടെല്ലാം അമ്മയാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ദാസേട്ടന്റെ പാട്ട്, ആ ഒരു ലെവൽ പാട്ട്. അപ്പൊ അതിങ്ങനെ ജനിച്ചപ്പോൾ തൊട്ട് കേട്ട് എനിക്ക് പുതിയ പാട്ടിനോട് താല്പര്യമില്ലാത്തല്ല, അറിയത്തില്ല. പഴയ പാട്ട് കേട്ട് അതിങ്ങനെ മനസ്സിൽ കിടക്കും. പുതിയ പാട്ട് വരുന്നത് അപ്പം കേൾക്കും, പിന്നെ അങ്ങ് വിടും. പക്ഷേ ഈ പഴയ ദേവി പോലത്തെയുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ചെവിയിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് അത് തന്നെ പിന്നെ എടുത്ത് പാടുന്നു. മറ്റേ നമ്മൾ ഈ 2K കിഡാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ ഓൾഡ് പാട്ടൊക്കെ പാടുമ്പോൾ എപ്പോഴെങ്കിലും റാപ്പ് സോങ് ഒന്ന് പാടാൻ? റാപ്പ് സോങ് എനിക്കത് വലിയ പിടിയില്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഡാപ്സിയുടെ കുറച്ച് പാട്ടുകൾ റീച്ച് ആയില്ല, അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് പാടാൻ അങ്ങോട്ട് കുറച്ച് മടിയാണ്. പാടാൻ ഒന്ന് പഠിച്ചാൽ ഈ ഭയങ്കര കടുക് കൂട്ടുന്ന പോലത്തെ സാധനമല്ലേ, പടപടപടപടാന്ന് വരുമല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട്. പക്ഷെ പാട്ടൊക്കെ ഭയങ്കര രസമാണ്. ഡാപ്സിയുടെ പാട്ടൊക്കെ സൂപ്പർ സാധനം, പഠനം. ഓക്കെ, നമ്മൾ അടുത്ത റാപ്പ് സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഞാൻ ഗന്ധർവൻ മൂവിക്കകത്തൊരു പാട്ട് പാടിയാണ്, കുറച്ചുകൂടി ഭയങ്കര റീച്ച് ആയിട്ടുണ്ട്. ആ ഒരു പാട്ട് സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ ഗാനാലാപം ഗമരേ റിമ പനി ധനി മ പനി സാനി സരി സനി പമ പമരി സനി സരി മപ നിസരി മപ സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ ഗാനാലാപം മദനയാമിനി ഹൃദയ സൗരഭം തരളമാം ശലഭങ്ങളായി നുകരാൻ നീ വരൂ മന്ദം ദേവി. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആ ഒരു പാട്ട് എന്റെ ഫേവറേറ്റ് സോങ്. ആ പാട്ട് കേൾക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ്. ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. എപ്പോഴെങ്കിലും ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ പാടിയത് ഭയങ്കര രസമുണ്ട്? കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ സ്റ്റേജിൽ അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ പാട്ടാണ് പാടുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, ദേവി എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. നല്ല എന്താ പറയാ,
നേരിട്ട് ഇങ്ങനെ നിന്ന് പാടുമ്പോൾ നമ്മളെ മറ്റേ റെക്കോർഡോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒന്നും ഇല്ലാതെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോ കൊറേ റീച്ച് ആവുന്നുണ്ട്, ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പൊ ചെറുതായിട്ട് ഈ നമ്മുടെ റീസെന്റ് ആയിട്ട് തെറ്റിച്ചിട്ട് തുടങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം ആൾക്കാരെ, ഞാനിപ്പോ എറണാകുളത്ത് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം കടയിലൊക്കെ കഴിക്കാൻ എവിടെയോ നല്ല കണ്ടുപരിച്ചിട്ട് ചെറുതായിട്ട് പാട്ടൊക്കെ ചേട്ടാ റീൽസ് ഒക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ അത് തന്നെ ഭയങ്കര സന്തോഷം നമുക്ക് അങ്ങനെ വരുമ്പോൾ. നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? നാട്ടുകാർ നമ്മളെ പണ്ട് വിട്ട് നമ്മള് പരിപാടിക്ക് വിളിക്കുക, പള്ളിയിൽ വിളിക്കുക, ഉത്സവത്തിന് വിളിക്കുക, സ്ഥിരം പോകുന്ന പള്ളിയിൽ വിളിക്കാന്ന് പറഞ്ഞപ്പോ ക്രിസ്ത്യൻ സോങ്ങും ക്രിസ്ത്യൻ സോങ്സും പാടാറുണ്ട്. ഞാൻ പള്ളി കോയറിലാണ് എല്ലാം തുടക്കം. പള്ളിയിൽ നിന്ന് മത്സരിച്ചാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ സ്കൂളിൽ പോയി, പിന്നെ കോളേജ്, അങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ എല്ലാം ബേസ് പള്ളിയാണ്. പള്ളിയിൽ നിന്നാണ് എല്ലാത്തിന്റെ തുടക്കം. ഇതിനിടയിൽ തന്നെ സി കേരളയിൽ പോയിട്ടുണ്ട്. അത് ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് റെഡി ആയില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാകത്തില്ല. ഇത് ശരിയായില്ല. ഇനി സമയമുണ്ടല്ലോ, അപ്പൊ ശരിയാവും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെയൊക്കെ പോകുമ്പോ നമ്മളിപ്പോ റീലില് ചെറിയൊരു ഷോർട്ടാണ് കാണുന്നത്, നമ്മളൊരു ഫുൾ പാട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് ശരിക്കും പാട്ട് പഠിക്കുന്ന, ഞാൻ പാടിയല്ല ഞാൻ പഠിക്കുന്നത്, ഞാൻ പാട്ട് കേൾക്കുക. ദാസേട്ടൻ്റെയും മധുചേട്ടൻ്റെ ഒക്കെ പാട്ട് ഒരു 100 പ്രാവശ്യം കേൾക്കുക. കേട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ ഈ പാട്ട് ഓൾറെഡി ഫീഡായി കഴിയുമ്പോൾ തന്നെ വരും. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ബേസ് പ്രാക്ടീസ് ചെയ്യുക, ഹൈ പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നു പോകുമ്പോഴോ. ഇപ്പം മധുചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നടന്നു പോകുമ്പോൾ ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അടുത്ത പോസ്റ്റ് വരെ പുള്ളി ശ്വാസം പിടിച്ചു പോകും. അപ്പോൾ പുള്ളിക്ക് ബ്രത്ത് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഞാനും അതിങ്ങനെ ട്രെയിൻ ചെയ്ത് തുടങ്ങി. പക്ഷേ ഞാൻ ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അടുത്ത പോസ്റ്റ് വരെ എത്തത്തില്ല. എൻ്റെ പകുതിക്ക് പിന്നെ എൻ്റെ പരിപാടി കഴിയും. ശ്വാസം ഹോൾഡ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ പിടിക്കത്തില്ല. മധുചേട്ടൻ ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങ് അറ്റേ പോസ്റ്റിൽ വരെ പിടിക്കുന്ന പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഒരു കാൽഭാഗമൊക്കെ എത്തി തുടങ്ങി. ഭാവിയിലേക്ക് എത്തുമായിരിക്കും. എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഇതൊക്കെയാണ്. ഇനി ഈ ഇപ്പം ഇടയ്ക്ക് പറയുന്നുണ്ട്, നമ്മൾ പാട്ടിന്റെ കാര്യം ചോദിക്കുമ്പോഴായാലും 90s പാട്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ ദാസേട്ടൻ പിന്നെ മധുചേട്ടൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാസേട്ടനെ ഭയങ്കര ഇഷ്ടം, മധുചേട്ടനെ ഭയങ്കര ഇഷ്ടം. ഇവരെ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. മധുചേട്ടനെ ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, സെൽഫി ഒക്കെ എടുത്ത് കുറച്ചു നേരം സംസാരിച്ചു. ദാസേട്ടനെ കാണണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ പാട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. പുതിയ പാട്ട് വന്നാലും ഇവരുടെ പാട്ടാണ് ഞാൻ എപ്പോഴും കേൾക്കുന്നത്. ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തിയാൽ വേറൊരാളെ ഇഷ്ടപ്പെടുവാണ്. നമ്മുടെ ജയചന്ദ്രൻ സാറ് മറ്റേ നീ ഒരു പുഴയായി തഴുകും, എന്താ രസമുള്ള പാട്ട് അതൊക്കെ. ഇത് പറയുമ്പോൾ നമ്മള് കുറച്ചുകൂടി അതെ മീശയൊന്നും വന്നില്ലെങ്കിലും ടോണ് അത്യാവശ്യം ബേസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ തന്തവൈബ് ആക്കുന്നതുകൊണ്ട് എങ്കിലും പറയാറില്ല ഇതൊന്നും. ഒരു വിഷമമായിട്ട് തോന്നാറുണ്ടോ? വിഷമല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം റാപ്പ് മാത്രം മതി, നമ്മുടെ പാട്ടൊന്നും വേണ്ട. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പക്ഷേ ഇത്തരം പാട്ട് ഉണ്ട്. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പരിപാടിക്കൊക്കെ പോയി ഈ പാട്ട് പാടുമ്പോഴത്തേനും ചേട്ടാ പുതിയ പാട്ട് പാടും ഇതാ എല്ലാവരും വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഇല്ലുമിനാറ്റി അടിപൊളി പാട്ടാണ്. നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ ഫീഡായി കിടക്കുന്നതുകൊണ്ട് ഇതേ വെളി വരുള്ളൂ എവിടെ ചെന്നാലും. പക്ഷെ ഈ പാട്ടുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഡെപ്ത് ഉണ്ട്. റാപ്പിന് ഇല്ല എന്നല്ല, പക്ഷെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ട്. മറ്റേത് നമുക്ക് ഈ റാപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും ചില്ല് ഒരു വൈബ്. പക്ഷെ നമുക്കൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു പഴയകാല പ്രണയത്തിലേക്ക് ഞാൻ വരാം. പ്രണയം അങ്ങനെ, പിന്നെ നമ്മളുടെ ഒരു കുട്ടിക്കാലം, അതൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു ഓൾഡ് സോങ് ഭയങ്കര ഡെപ്താ. നമ്മൾ റാപ്പ് ഈ റീസെന്റ് ആയിട്ടാണ് ഞാനൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചു തുടങ്ങി, ഡബ്സീഡ് ഒക്കെ വന്ന പിന്നെ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ട്, അവിടെ ചായക്കട ചെന്നാൽ അവിടെ ഈ പാട്ട്, നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ ചെന്നാൽ അവിടെ ഈ പാട്ട്. പ്രൈവറ്റ് ബസ്സിലേക്ക് പ്ലേലിസ്റ്റ് അറിയാലോ, കിഡിലെ സാധനമല്ലേ. നമ്മൾ ഇതെല്ലാം കേട്ടോണ്ടാണ് വരുന്നത്. റാപ്പ് ഞാൻ റീസെന്റ് ആയിട്ട് കേട്ട് തുടങ്ങിയതേ ഉള്ളൂ. റാപ്പിന്റെ ഒരു മൂഡ് എന്ന് പറയുന്നത് എപ്പോഴും ചില്ലായിട്ട് നിൽക്കുക. നമ്മൾ DJ പാർട്ടി ഒക്കെ നിൽക്കുകയാണെങ്കിൽ രസമാണ്. എവിടെ പോയാലും ഒരു ചിൽ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കൊരു ഇപ്പം ഞാൻ ഗന്ധർവനിലെ പാട്ടൊക്കെ നമ്മള് ബസ്സിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പുറത്തൊക്കെ പാടുമ്പോൾ ഭയങ്കര ഫീലാണ്. നമ്മള് KSRTC ടിക്കറ്റ് എടുക്കണം, സൈഡ് സീറ്റിൽ എടുത്തിട്ട് ഈ പാട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കണം. എന്നാ രസമാണെന്നറിയാം. അതെ. വേറെ ഇതേണൊക്കെ ഒരു പാട്ടും കൂടി പാടുമോ? വേറെ ഒത്തിരി ഓൾഡല്ല, ഒരു നമ്മുടെ ചക്കരമത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ, അതും നല്ലൊരു രസമുള്ള പാട്ടാണ്, അതൊന്ന് പാടാം. മാവിൽ നാട്ടുമാവിൽ നമ്മളു ഞാൻ പാട്ടറിഞ്ഞു, പാടും പാട്ടിലേതു കൂട്ടുകാരായി നാമലഞ്ഞു, തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പി പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ
കൊതിച്ചിരുന്നു മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. നല്ല രസം ഇതും. അപ്പൊ ഇപ്പം വൈറലായിട്ട് ഒരു പാട്ടുണ്ട്, അതായത് ഡ്യുവറ്റ് പാടുന്ന നമ്മുടെ ലോലൻ സൂപ്പർ അല്ലേ. ലോലൻ ഇത്രയും നന്നായിട്ട് പാടുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ലൈക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജോർജ് നന്നായിട്ട് പിന്നെ നന്നായിട്ട് പാടി. നമ്മളങ്ങനെ ഒരു പ്രതീക്ഷയില്ല. മറ്റേ അന്ന് കരിക്കനായിട്ട് മറ്റേ അച്ചുവിന്റെ പാട്ട് പാടത്തില്ലേ ഇന്ത്യയിൽ, ആ സാധനം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. പക്ഷെ ഇത്രയും നന്നായിട്ട് പാടും നമ്മൾ അറിഞ്ഞില്ല. നല്ല പാടാനോ? ആ പാടാലോ. താഴെ ജാതി മല്ലിപ്പൂത്തു കുളിരുമി താഴ്വാരം കോലമയിൽ പീലിയുതിരും മാറ്റോരം ചന്തമുള്ള പന്തലൊരുക്കണതാരെ തൊട്ടാവാടി തത്തേ നിന്നെ കെട്ടാൻ പോവണതാരെ ഇല്ലിക്കാട്ടിൻ മുള്ളത്തേരിൽ ചുറ്റും പൊന്നരിപ്രാവ് ഒരാശാമരം പൂക്കുന്നുവോ ഞാനും നീയും മാത്രം കണ്ടു സുൻ സുൻ സുന്ദരി തുമ്പി ചെൻ ചെൻ ചെമ്പക കുന്നിൽ സുൻ സുൻ ചൂളം മൂളാൻ വാ ഹുയ് 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 ഹുയ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ നോക്കിയിരുന്നു പോവാ. ആരെങ്കിലും നോക്കിയിരുന്നിട്ടുണ്ടോ? ചെറുതായിട്ടൊക്കെ. ഓക്കെ, ഞാൻ ചെക്കന്മാരെ കാര്യമല്ല ചോദിച്ചത്, പെൺപിള്ളേരെ കാര്യം ചോദിച്ചത്. ഇങ്ങനെ പ്രപ്പോസൽ, ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന അല്ലെങ്കിൽ ഗിറ്റാറൊക്കെ വായിക്കുന്നവർക്ക് പൊതുവെ വരുമല്ലോ. നോട്ടൊക്കെ വരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതാണ് ആരെങ്കിലും മെസ്സേജ് അയക്കാറുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മെസ്സേജ് ഒക്കെ വരാറുണ്ട്. ആദ്യം ഒരു 10K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മെസ്സേജ് കൃത്യമായിട്ട് നോക്കുമായിരുന്നു. ഇപ്പൊ ഇച്ചിരി റീച്ച് വന്നപ്പോൾ പിന്നെ ഒത്തിരി നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, കൃത്യം നോക്കാൻ പറ്റത്തില്ല. എല്ലാം ഒത്തിരി ഇങ്ങനെ വരുന്നുണ്ട് മെസ്സേജ്. അതിനകത്ത് ഇങ്ങനെ 1-2 ഒക്കെ വരുന്നുണ്ട്. ചേട്ടാ പാട്ട് നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ് എന്നൊക്കെ. ഓക്കേ, ഇത് കേൾക്കുമ്പോ എന്താ ഇത്രയും നാളും ഒരു പെൺപിള്ളേർ പോലും നോക്കില്ല അങ്ങനെ വല്ലതും? കോളേജിലൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ 1-2 വന്നിട്ടുണ്ട്. എന്നാലും ഇത്ര ഇങ്ങനെ വലിയൊരു ഓഡിയൻസിന്റെ അടുത്തൊന്നും ഇങ്ങനെ വന്ന് ശീലമില്ലല്ലോ. ആദ്യം കേട്ടപ്പോ ഇതെന്ത് കുഴപ്പമില്ലായിരിക്കും, ക്യൂട്ടാന്നൊക്കെയല്ലേ. ചെറുതായിട്ട് ഇനിയിപ്പോ ഫാൻസ് വരും, കാരണം 1 മില്യൺ ഒക്കെ അടിച്ചു കുറച്ചുകൂടി. ഈ ഫാൻസിന്റെ ഒക്കെ കാര്യം പറയുമ്പോ റിലേഷൻഷിപ്പ് ഉണ്ടോ? പാവപ്പെട്ടവർക്കൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു നല്ലൊരു പ്രപ്പോസൽ വന്ന അക്സെപ്റ്റ് ചെയ്യും. പിന്നെ സമയമായില്ലല്ലോ, 23 വയസ്സല്ലേ ആയുള്ളൂ. ഭാവിയിലേക്ക് നമുക്ക് ആലോചിക്കാന്നേ ഉള്ളൂ. ഇപ്പൊ LKG തൊട്ട് എല്ലാവർക്കും ലൈൻ ഉണ്ട്. നമ്മള് 90s കിഡിൽ കിടക്കുന്നേ ഉള്ളൂ. 2K ജനിച്ചെന്നേ ഉള്ളൂ. ഞാൻ 90s-ലാണ്. മെന്റലി 90s കിടക്കുക. നിലവിൽ സിംഗിൾ ആണ്. സിംഗിൾ റെഡി ടു മിംഗിൾ. അങ്ങോട്ട് നോക്കി പറയാ, സിംഗിൾ റെഡി ടു മിംഗിൾ. ആലോചനകൾ സ്വീകരിക്കുന്നുണ്ട്. വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലല്ലോ. എന്തോ ഡിമാൻഡ്? പാട്ടുകാര് തന്നെ വേണോന്ന്. പിന്നെ ഞാനൊരു റീല് കണ്ടായിരുന്നു ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. അത് ചുമ്മാ അനിയത്തി പിടിച്ച് ജയിച്ച, അത് വലിയ കാര്യമൊന്നുമില്ല. വല്ലഭൻ എന്ന് പറയാൻ ചുമ്മാ ചെയ്ത അത് വീട്ടിൽ ചുമ്മാ ആയിരുന്നപ്പോഴത്തേനും മറ്റേ എന്നായിരുന്നു വിജയുടെ പാട്ടില്ല, മറ്റേ മല വിത്തി ആ സാധനം, അത് ചുമ്മാ അനിയത്തി പിടിച്ച് കളിപ്പിച്ച, അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. അല്ല, നമ്മൾ ഇപ്പം കൊറേ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇറങ്ങിയിട്ട്, അപ്പൊ അപ്പോഴേ തോന്നിയില്ലായിരുന്നു ഇങ്ങനെ പാട്ടിടാം എന്നുള്ള. പാട്ടിടണമെന്ന് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, പക്ഷെ അന്ന് വലിയ ഇതില്ലായിരുന്നു. പാടുന്നുണ്ട്, പരിപാടിക്ക് പോകുന്നുണ്ട്. ഇൻസ്റ്റാന്നൊന്നും വലിയ അത്ര ഒരു റീച്ച് ഉണ്ട് ഇങ്ങനെയാണ്. അന്ന് ടിക്ടോക്ക് ഒക്കെ ആയിരുന്നു ആദ്യം തുടങ്ങിയപ്പോൾ. ഇൻസ്റ്റയിൽ ഇങ്ങനെ റീച്ച് ഉണ്ടെന്നൊക്കെ പെയ്യെ നമ്മൾ മനസ്സിലാക്കി വന്നപ്പോൾ ചെറുതാമസിച്ചു. എന്നാലും കുഴപ്പമില്ല, ഇപ്പം അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ പോകുന്നുണ്ട്. ഇപ്പം 2Kയിൽ അപ്പോൾ ഈ പാട്ടൊക്കെ പാടുമ്പം നമുക്ക് ചിലപ്പോൾ ഫീലിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും സന്തോഷം വരുമ്പോൾ ഒരു പാട്ട്, സങ്കടം വരുമ്പോൾ ഒരു പാട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റിയ ഒരു കാര്യം, അങ്ങനെ എന്താ ലൈഫിലുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം കുറച്ച് വൈറലായത് ഞാനും അനീതിയും കൂടെ പാടിയ മറ്റേ ചാന്തു കുടഞ്ഞൊരു എന്ന പാട്ടാണ്. അപ്പോൾ അത് കുറച്ച് വൈറലായി കഴിയുമ്പോഴത്തേന് രാവിലെ എൻ്റെ നോക്കിയപ്പോൾ ഒരു സെലിബ്രിറ്റി കമൻറ്റ് ചെയ്തേക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാർ സിംഗറിലെ വിന്നർ അരവിന്ദ് ബ്രോ ഇല്ലേ, അരവിന്ദ് ബ്രോ കമൻറ്റ് ഇട്ടേക്കുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ, പുള്ളി കമൻറ്റ് ഇട്ടു, നമ്മൾ റീച്ച് ആയതല്ലേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് നോക്കി കമൻറ്റൊക്കെ വായിച്ച് നല്ല കൂളായിട്ടിരുന്നപ്പോഴത്തേനും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, അരവിന്ദ് ബ്രോ. എന്നിട്ട് ബ്രോ, ഞാൻ രാവിലെ എണ്ണീറ്റതേ ഉള്ളൂ, എണ്ണീറ്റപ്പോൾ ഞാൻ അനീതിയും ബ്രോയും കൂടെ പാടുന്ന പോട്ടെ, ഭയങ്കരമായിട്ട് ഞാൻ റിലാക്സ്ഡ് ആയി, നല്ല മൈൻഡ് ഫ്രഷ് ആയി എന്നൊക്കെ പറഞ്ഞു. അന്ന് സ്റ്റാർ സിംഗർ പകുതി ആയതേ ഉള്ളൂ.
അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളിങ്ങനെ ടി വിയിൽ മാത്രം കാണുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നൊക്കെ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ നല്ല പാട്ടുകൾ പാടാനായിട്ട് ഇങ്ങനെ തോന്നും, ഒരു മോട്ടിവേഷൻ കിട്ടും നമുക്ക്. അതെ അതെ. ഇത് വേറെ ആരെങ്കിലും സെലിബ്രിറ്റീസ് ഇങ്ങനെ മെസ്സേജ്? വേറെ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ അർജുൻ അശോക് ചേട്ടൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഇട്ട പാട്ടിലായിരുന്നു തോന്നുന്നു, ചേട്ടൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കര രസമാണ്. കമൻറ്റ് ജസ്റ്റ് 2 ഇമോജി ആയിരുന്നു, ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണു ബ്രോ, നമ്മുടെ മാളികപ്പുറത്തിൻ്റെ ഡയറക്ടർ, ചേട്ടൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു, പാട്ട് നല്ല രസമുണ്ട്, ഇനിയും മുന്നോട്ട് പാടണം എന്ന് പറഞ്ഞു. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, ഇത്രയും വലിയ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പിന്നെ അൽഫോൺസ് പുത്രൻ സാറ് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഇനിയും കണ്ടിന്യൂ ചെയ്യണം, ഇങ്ങനെ കുറേ മെസ്സേജുകൾ വരുന്നു. അതെ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഋത്തിക് റോഷൻ എൻ്റെ റീൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഋത്തിക് റോഷന് അതിന് നീ ഹിന്ദി പാട്ടൊന്നും പാടിയിടാറില്ല. ഞാൻ പറയട്ടെ, ഋത്തിക് റോഷൻ അവിടെ മാത്രമല്ല, നമ്മുടെ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പുള്ളി ലൈക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു 3-4 പാട്ട് അടുപ്പിച്ച് ലൈക്ക് ചെയ്തു. ഞാൻ പുള്ളിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു പേഴ്സണൽ, ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം പുള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് സിനിമയിൽ വന്ന ആളാണ്. അപ്പോൾ പുള്ളി നമ്മളെ ലൈക്ക് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇപ്പം സിനിമയിൽ കയറി സ്ട്രഗ്ലിംഗ് പറഞ്ഞല്ലോ, പാട്ടിൽ എപ്പോഴെങ്കിലും സ്ട്രഗ്ലിംഗ്? എല്ലാം സ്ട്രഗ്ലിംഗ് ആണല്ലോ, നമ്മൾ റീൽ ഇടുന്നു, ചെയ്യുന്നു, എല്ലാവരും സ്ട്രഗ്ലിംഗ്. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ റെഡി ആവും എന്നുള്ള പ്രതീക്ഷ ചെയ്യുന്നു. ഈ ഏറ്റവും സങ്കടപ്പെടുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ടായിരിക്കും? സങ്കടത്തെക്കാളും കൂടുതൽ സന്തോഷമാണ്. ഫുൾ ടൈം വൈബായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം. സങ്കടം വരുമ്പോൾ അങ്ങനെ മൈൻഡ് ഇല്ല. സങ്കടം ഉണ്ട്, സങ്കടം വരുമ്പോൾ പാട്ട് കേൾക്കുന്ന ഒരു സ്വഭാവം അങ്ങനെയില്ല. സന്തോഷം വരുമ്പോഴാണ് ഫുള്ള് പാട്ടൊക്കെ വെച്ച് ഇല്ലുമിനേറ്റി വെച്ച് വൈബായിട്ട് നിൽക്കും. അല്ല നമ്മുടെ അപ്പോഴും തന്ത വൈബ് വരും, മറ്റേ തലാ അതൊക്കെ ഇട്ടിട്ട് നല്ല വൈബായിട്ട് ചില്ലായിട്ട് നിൽക്കും. സങ്കടം ഞാൻ അങ്ങനെ മനസ്സിൽ വെക്കാറില്ല. മലയാളത്തിൽ പക്ഷേ ഓൾഡ് എന്ന് പറയാറില്ല എങ്കിലും റാപ്പ് സോങ് ഒക്കെ ഉണ്ട്. ഞാൻ കുറെ കേൾക്കാറുണ്ട്. പറക്കും തളികയൊക്കെ നല്ല പടകതാര വെടി പടക്കം പോയിട്ട് അതൊക്കെ രസം. അതിൽ ലിറിക്സ് ഓർമ്മ കിട്ടത്തില്ല. കട അല്ല മറ്റേ ഇത് പാടാം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. നമ്മുടെ ഡബ്സിയുടെ ഒക്കെ റാപ്പിന് മുമ്പേ നമ്മുടെ NGR-ന്റെ കിഡിലെ റാപ്പല്ലേ കടുകൂട്ടുന്ന പോലെ ലിറിക്സ് വരും. തരള മധുര മുരളി ഗുണര് പ്രണയഭരിത കവിത ഗുണര് മനസ്സ് നിറയെ മൃദുല ഹരിത മതമഹോത്സവം വരവീണകൾ മൃദുപാണികൾ മതമുരു തിരുവടി തൊഴുത് ശ്രുതി ചേരണ മണിവോടതിനനുപദമനുപദമഴ മതിമുഖി മമസഖിമയിൽ നടയിവളുടെ നടനം ചന്ദനമണി ചന്ദനമണി മൃദു ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടന തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ദ്രുതതാളം ദ്രുതതാളം. പലർക്കും അറിയാത്ത ഒരു റാപ്പൊക്കെയാണ്. അതെ NGR എന്ത് കിഡിലുമായിട്ട് അത് പാടി വെച്ചേക്കുന്നത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് നാക്കൊന്നും പഠിച്ചില്ല, ഇതൊന്നും പാടാൻ പറ്റത്തില്ല. അതുപോലെ ഇങ്ങനെ നമ്മൾ നാക്ക് ഉളുക്കി പോകും. ഇത് പ്രാക്ടീസ് ചെയ്തല്ലേ? ഇത് ഞാൻ കോളേജിൽ ഫംഗ്ഷന് പാടാൻ വേണ്ടി പഠിച്ചതാണ്. ഒത്തിരി സമയം എടുത്ത് പഠിച്ചതാണ്. എത്ര മണിക്കൂർ എടുത്തത് പഠിക്കാൻ? കേൾക്കും, നമ്മൾ ദിവസങ്ങളോളം പാട്ടിങ്ങനെ കേൾക്കും, അല്ലാതെ പാടി പഠിക്കുമല്ല. അപ്പോൾ ഒത്തിരി ദിവസങ്ങൾ എടുക്കും ഇങ്ങനെ കേട്ട് പഠിക്കും. നമ്മളൊരു പാട്ട് ഒറ്റ പ്രാവശ്യം കേട്ടിട്ട് നമ്മൾ പാടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് വെളിയിൽ വരും. പക്ഷെ അത് അപ്പോൾ തെറ്റാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയം അവർ പാടിയത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെന്താണോ പാടുന്നത് അതിൻ്റെ ഔട്ട് നമുക്ക് കിട്ടും. അല്ലാതെ ഒറ്റ പ്രാവശ്യം കേട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടായിരിക്കും, അത് ബോറായിരിക്കും. എപ്പോഴും നമ്മൾ അവരെ ഫോളോ ചെയ്യും. റോബിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് അറിയാൻ സൗണ്ട് വേരിയേഷൻ ഉണ്ട്. അതായത് ഞാൻ ഇതൊന്ന് കാണിക്കാം. ഇൻസ്റ്റയിൽ ആദ്യ പോസ്റ്റിൽ, പിന്നീട് ഇപ്പോൾ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ബാസുള്ള സൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെയാ അത് പ്രാക്ടീസ് ചെയ്തതാണോ അതോ സൗണ്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? പ്രാക്ടീസ് ചിലവര് പറയും ഈ തണുപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? ഇത് ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പാട്ടിന് സ്ഥിരം വരുന്ന ഒരു കമൻറ്റാണ്, ബ്രോ മീശയൊന്നും കാണുന്നില്ലല്ലോ. അത് മെയിനായിട്ടൊരു കാര്യമാണ്. കാരണം എൻ്റെ ബോഡി പ്രായമായി വരുന്നതേ ഉള്ളൂ. 23 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴും ഹൈറ്റ് വെക്കുന്നുണ്ട്. എനിക്ക് വ്യത്യാസം മീശയൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ സൗണ്ടും കട്ടി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ തണുത്തത് വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുള്ളൂ. തണുത്തൊന്നും അധികം എനിക്ക് പണ്ട് തൊട്ട് തണുപ്പ് കഴിക്കുന്ന വലിയ താല്പര്യമില്ല. പിന്നെ എപ്പോഴേലും കൊതി വരുമ്പോൾ ഒരു ഫലൂടെയോ അതെന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ചൂടുവെള്ളം കുടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഡയറ്റ്, ഫുട്ബോൾ കളിക്കാനോ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഡയറ്റ് നോക്കുന്നുണ്ട്. അധികം എരിവും അങ്ങനെ ഒന്നും കഴിക്കാറൊന്നുമില്ല. പാട്ടിന് വേണ്ടിയല്ല, അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ അതുകൊണ്ട് രാവിലെ എണീറ്റ് ഒരു 4 മുട്ട എന്നൊക്കെ കഴിച്ച്, മുട്ടയുടെ എഗ്ഗ് വൈറ്റ് മാത്രം കളിക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ല എനർജി അത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം സൗണ്ടിനോട് അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്.
വലിയ ഇടർച്ചയൊന്നും വരത്തില്ല, കൂളായിട്ട് നിന്നോളൂ. ഈ ഫസ്റ്റ് ബ്രോ പാടിയത് ഇതായിരുന്നു, ഫസ്റ്റ് പോസ്റ്റ് ചെയ്തായിരുന്നു ഇത് ഞാൻ അതിനകത്ത് എനിക്ക് തോന്നുന്നു കാണുമ്പോ വേറൊരു വ്യക്തിനെ പോലെ തന്നെയാണ് തോന്നുന്നത് അല്ലേ? അന്ന് മീശ ഒരെണ്ണം പോലും വന്നിട്ടില്ല, ഇപ്പൊ ഇത്രയും വന്നു. ഇത് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? ഇത് ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ, നമ്മുടെ കൊറോണ തുടങ്ങിയ ആ സമയത്തുള്ള, കൊറോണ നമ്മൾ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയ പാട്ട് ഇതാ. ഇത് കുറെ പേര് പറഞ്ഞാ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ പാട്ടൊന്ന് പാടിയിടാൻ പറഞ്ഞു, അങ്ങനെ ഇത് തുടങ്ങിയ പാട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അമ്മയുടെ ഒരു ധാര എടുത്തേ, ഇത് നമ്മൾ മൊബൈലിൽ ചാരി വെച്ചേക്കുക. ഇതും നമ്മൾ കൊറോണയുടെ സമയത്ത് എടുത്ത, അമ്മ ആ സമയത്ത് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു, അന്ന് എടുത്ത ഈ വീഡിയോ ഒക്കെ. ഇത് അമ്മ പാടിയതാ. ഇപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ പെട്ടെന്ന് അമ്മയുടെ എന്തെങ്കിലും പറയാൻ തോന്നുന്നു? അന്ന് നമുക്ക് പാട്ട് തുടങ്ങിയ സമയത്ത് അമ്മ എന്താ ഇങ്ങനെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഇപ്പൊ വീട്ടിൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു, വീട്ടിൽ ആരുമില്ല, അപ്പോൾ ഒരു കറക്ഷൻ ചെയ്തു തരാൻ ആരുമില്ല. ഇപ്പൊ അമ്മ പോയിട്ട് ഇപ്പൊ 1.5 വർഷമായി, ഇടയ്ക്കൊന്ന് വന്ന് പിന്നെയും പോയി. എന്നാലും ഇസ്രായേൽ പ്രശ്നം അറിയാലോ, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം. അമ്മ വീഡിയോ കോൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മയുടെ പുറകെ കൂടെ ഇങ്ങനെ മിസൈൽ പോയിട്ട് മറ്റേ എയർഡോമില്ലേ, അയൺഡോമിൽ പൊട്ടിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് ടെൻഷനാണ് ഇത് കാണുമ്പോൾ. അവിടെ നിന്ന് നിർത്തി പോരാന്ന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്. സേഫ് ആണ്, പക്ഷെ എന്നാലും ഈ മിസൈൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അമ്മ ഇങ്ങനെ കാണിച്ചു തരാം, ആ മിസൈൽ ഏണ്ടാ പോകുന്നു, അയൺഡോം പൊട്ടിക്കുന്നു, നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുമേ. സേഫ് ആണെന്ന് പറഞ്ഞാലും മിസൈലല്ലേ തലയുടെ മുകളിൽ നിൽക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു ടെൻഷനുണ്ട്. അമ്മ ഇങ്ങനെ കൂളായിട്ടാണോ അതൊക്കെ പറയണേ? അമ്മ ആദ്യം ഭയങ്കര പേടിയായിരുന്നു, പിന്നെ ഇതിപ്പോ നമ്മൾ പടക്കം പൊട്ടിക്കുന്ന പോലെ സ്ഥിരം കണ്ടോണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണം അയൺഡോം പൊട്ടാതെ നേരെ താഴെ വന്നു വീണു. ഞാൻ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കും, ഞാൻ ഞെട്ടിപ്പോയി. കാരണം വീഡിയോ കോൾ ചെയ്ത് വലിയൊരു പടക്കം പൊട്ടുന്ന സൗണ്ട്, ഞാൻ പേടിച്ചു പോയി, ഫോൺ കട്ടായി പോയി. പിന്നെ തിരിച്ചു വിളിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിന്റെ ഒരു 100 മീറ്റർ മാറിയും കണ്ട് പോയി വീണത്. അതിന്റെ സൗണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടത്. ഭയങ്കര പ്രശ്നമാണ് ഈ യുദ്ധം, ഇതൊക്കെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. പിന്നെ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചാൽ നമ്മൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അമ്മയുടെ എന്താ പറയാനുള്ളത്? ഈ ഒരു ഞാൻ ഇന്റർവ്യൂന്ന് വരുന്ന കാര്യം പറഞ്ഞായിരുന്നു അമ്മയുടെ. അപ്പം അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അവിടെ ഈ ടെൻഷൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ പാട്ട് റീച്ച് ആവുന്നത് അമ്മ ഓരോ കമന്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം സന്തോഷിച്ചിരിക്കുക, മിസൈലൊന്നും വീഴത്തില്ല. ഞങ്ങൾ അമ്മയെ താങ്ക്സ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അതെ, ഓക്കെ ആയിട്ടിരിക്കും, പ്രാർത്ഥനയുണ്ട് എല്ലാവരുടെയും, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി നമുക്ക് വേറൊരു വീഡിയോ കൂടി കാണാം, അമ്മയുടെയും അനിയത്തിയുടെയും. ഇത് ഇതും ആ കൊറോണയുടെ സമയത്ത് വീട്ടിലിരുന്നപ്പം ചുമ്മാ എടുത്ത വീഡിയോ. അന്ന് ചെറുതായിട്ട് 1-2 വീഡിയോ ഇതുപോലെ ഇട്ടിട്ടുള്ളൂ, പിന്നെ നിർത്തിയായിരുന്നു. കൊറോണ സമയത്ത് വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, അടച്ചു കൂട്ടി ഇരിക്കുകയല്ലേ, അന്ന് തുടങ്ങിയ പരിപാടി. അനിയത്തി എങ്ങനെയാ, കുറുമ്പിയാണോ അതോ? അയ്യോ ആണോന്നോ, എൻ്റെ പൊന്നോ ഇതുപോലൊരു സാധനം ഇപ്പൊ ഇല്ല കേട്ടോ. അതാ കൊച്ചിലെ ഭയങ്കര പ്രശ്നമൊക്കെ, എന്നെ ഇടിക്കുകയൊക്കെ ചെയ്യും. വലുതായപ്പോ അതൊക്കെ മാറി. അനിയത്തി വേണ്ടേ? വേണം വരാറുണ്ട്. എങ്ങനെയാ ഇപ്പൊ റീസെന്റ് 1 മില്യൺ അടിച്ചപ്പോ അനിയത്തിക്ക് എന്താ പറഞ്ഞേ? വലിയ ആളായി പോയിന്ന് ഞാൻ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് ഇങ്ങനെ കാണുന്ന അവള് എന്നും സ്റ്റോറി ഒക്കെ ഇടും, ഞാൻ പാടുന്നൊക്കെ. നേരിട്ട് പറയത്തില്ലെങ്കിൽ സ്റ്റോറി ഒക്കെ ഇട്ട് ഭയങ്കര സപ്പോർട്ടൊക്കെ. അവള് മാസത്തിൽ 1 വരാറുള്ളൂ. വരാറുണ്ടെങ്കിൽ തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിടും, പോട്ടെ എന്ന് പറഞ്ഞു. അല്ല, നേരിട്ട് കാണുമ്പോ എങ്ങനെയാ? കാണുമ്പോൾ നമ്മൾ അടുത്ത പാട്ട് എപ്പോഴും പാട്ട് ചിന്തിക്കത്തേ ഏതാ അടുത്ത പാടുന്നത്, ഏതാ പാടുന്നത്. അവളെ കൊണ്ട് പാടിക്കണമെങ്കിൽ ഭയങ്കര ചടങ്ങ്. അവളെ ഞാൻ ആദ്യം പഠിപ്പിച്ച്, ഭയങ്കര മടിച്ച് തന്നെ പാടത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ് വിളിച്ച് കൊടുത്ത് ഇന്ന പാട്ട് ഇന്നതെല്ലാം റെഡിയാക്കി കൊടുത്താലേ അവൾ പാടത്തു. അങ്ങനെ ചെറിയ പ്രശ്നം. അച്ഛൻ മിക്കവാറും ഇവിടെ കാണാറില്ല, ഓൾ ഇന്ത്യ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഓരോ ബിസിനസ് ആയതുകൊണ്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് ചെറിയ ഹോം തിയേറ്റർ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, അപ്പോൾ ഇതിൽ മൈക്കൊക്കെ എടുത്ത് വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടൊക്കെ ഇരിക്കും. അച്ഛനും വൈബ. റീസെന്റ് ആയിട്ട് അങ്ങനെ പാടിക്കൊണ്ട് വന്നു, അതായത് ഒരു റീച്ച് ആയി കഴിഞ്ഞപ്പം ഒരു ഹിന്ദി പാട്ട് പാടിയാണ്. അതൊക്കെ മറ്റേ അത് ഞാനിവിടെ എറണാകുളത്ത് ഒരു ദിവസം ട്രിപ്പിന് വന്നിട്ട് എല്ലാം വൈബൊക്കെ ആയി കഴിഞ്ഞ് ഒരു ദിവസം നല്ല തണുത്തൊരു ഫലൂഡയും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേനും നല്ല മൂഡ്. ഫലൂഡ കഴിച്ചതിൻ്റെ ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. വെറുതെ ക്യാമറ ഓണാക്കി ഞാൻ നോക്കിയപ്പോഴത്തേനും റീൽസ് എടുത്തപ്പോഴത്തേനും ഈ ഹേരത്തി ഭയങ്കര ട്രെൻഡിങ്ങിൽ കിടക്കും. ചുമ്മാ ഒന്ന് പാടിയിട്ടേക്കാമെന്ന് പറഞ്ഞ് ചുമ്മാതെ എടുത്തിട്ടതാണ്. ഭയങ്കരമായിട്ട് റീച്ച്. അത് ഏകദേശം ഒരു 1 മില്യൺ ഇപ്പൊ എത്താറായി കിടക്കും. നല്ല റീച്ച്. ട്രൈ ചെയ്ത് നോക്കാം. ഹേ
हैरती आशिकी जगामत എന്നൊരു പാട്ട്. ഒന്നുകൂടി പഠിക്കും, ഇതാണല്ലോ വേണ്ടത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫലൂഡ കഴിച്ചാലേ അത് വരത്തുള്ളൂ. ഹേ हैरती आशिकी जगामत पैरों से ज़मीं समीं लगामत. തമിഴ് പാട്ട് എന്തെങ്കിലും അറിയോ? തമിഴും അതും പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ 90s തന്നെ പിന്നെയും തരും. നമ്മുടെ വാരണായിരം സൂര്യയുടെ സിനിമ. ഒരു ട്രെയിനിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു, വായിക്കാൻ അറിയത്തില്ല, എന്നാലും ഉണ്ടായിരുന്നു. സങ്കല്പിച്ചോളൂ, ഇത് ട്രെയിനാണ്, ഞാൻ തൽക്കാലത്തേന് അതിനകത്ത് നായികയല്ല, ഒരു പെൺകുട്ടി. ഓക്കെ, ആ ഒരു വൈബില് പാടിക്കും. എന്തായാലും പറഞ്ഞതല്ലേ, ഇരിക്കട്ടെ. ഹേ മാലിനി നാ സൂര്യ. അയ്യോ, ഈ ഡയലോഗ് പറയുന്നത് എനിക്കറിയില്ല. ഒന്നുകൂടി ഞാൻ ചുമ്മാ പാട്ട് എടുക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് പ്രിപ്പയർഡ് ആവട്ടെ. ഓക്കെ. ഹേ മാലിനി நான் சூர்யா, நான் இது சொல்லி ஆகணும், நீ அவ்வளோ அழகு. நெஞ்சுக்குள் பெய்திடும் மாமழை, நீருக்குள் மூகிடும் தாமரை, செற்றென்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை, இல்லாமல் வீசிடும் பேரலை, நெஞ்சுக்குள் நீந்திடும் தாரகை, பொன்வண்ணம் சூடிய தாரிகை, பெண்ணே நின் காஞ்சனை. ஓ சாந்தி சாந்தி ஓ சாந்தி, என் உயிரை உயிரை நீ ஏத்தி, என் சென்றாய் சென்றாய் என்னை தாண்டி, இனி நீதான் என்ற നന്ദാരി. ഒരു ഗിറ്റാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കിയത് ഗിറ്റാർ പഠിക്കാൻ, പക്ഷെ കൈയൊക്കെ മുറിഞ്ഞ് ഇവിടെ ഇങ്ങനെ, പിന്നെ ഞാൻ വിട്ട്, പറ്റത്തില്ല. ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. അതായത് നമ്മുടെ അന്യനാഥ കുറച്ച് എല്ലാ പാട്ടും കേട്ടില്ല, അതിനകത്ത് പാട്ട് അറിയോ? അന്യൻ മൂവിക്കകത്ത്, അതായത് അയ്യങ്കാർ വീട്ടുകാരൊക്കെയുണ്ട്, ലിറിക്സ് അറിയത്തില്ല, ഉണ്ട് അതിനകത്ത് ഉലകിതിലില്ലേ ഇനിമേൽ പിറന്താൽ, ആ ലൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ലൈൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പൊ. നല്ല പാട്ടാണ് കുമാരി. അതിന്റെ എല്ലാ പാട്ട് ഞാൻ കുറെ കേട്ടിട്ടുള്ളൂ, പക്ഷെ അതിന്റെ തമിഴൊക്കെ ആയതുകൊണ്ട് കൃത്യം മനസ്സിൽ കിടക്കത്തില്ല അതിന്റെ ഒന്നും ലിറിക്സ്. ആര്യദയാല് ഒരു പാട്ട് പാടിയാണ്, അത് കണ്ണോട് കാണുമ്പതെല്ലാം തലവ. അത് എക്സ്ട്രാ എന്തൊക്കെയോ കുറെ ഇട്ട് അത് കൊളവാക്കി, അത് അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് വന്നിരുന്നു. അതെങ്ങനെയാണ്? കമന്റ്സ് നമ്മളിപ്പോൾ ഇൻസ്റ്റ എന്തായാലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് എന്തായാലും വരും. നമ്മളത് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ആര്യദയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരി പാട്ട് പാടി, പുള്ളിക്കാരി ലാലേട്ടൻ്റെ കൂട്ടത്തിൽ ഏഷ്യാനെറ്റിൽ ഷോസ് ഒരുമിച്ച് ചെയ്തു, പുള്ളിക്കാരി ഏത് ലെവലിൽ റീച്ച് ചെയ്തു. നമ്മൾ നെഗറ്റീവ് നോക്കി അത് നോക്കി ഇരിക്കാനേ പറ്റുള്ളൂ. പുള്ളിക്കാരി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പാട്ടുകൾ ഇട്ട് ലാലേട്ടൻ്റെ കൂട്ടത്തിൽ പോയി പാടിയില്ലേ, അതിൽ കൂടുതൽ എന്ത് വേണം? കമന്റ് അവിടെ കിടന്നു നമ്മൾ മൈൻഡ് ചെയ്യാൻ പോരുന്നത്. എനിക്ക് ഒരു 10,000-2000 കമന്റ് വന്നാൽ അതിനകത്ത് ഒരു 10 കമന്റിൽ നെഗറ്റീവ് ഒക്കെ വരാറുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറൊന്നുമില്ല. എടുക്കും, ഓക്കെ, അല്ലെങ്കിൽ ഹൈ ബൈ അത്ര റിയാക്ട് ചെയ്ത് വിടത്തേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഈ എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ പോയാൽ അതിനെ സമയം കാണുകയുള്ളൂ. പിന്നെ ഈ കമന്റ് വരുന്ന അക്കൗണ്ട് ഉണ്ടെങ്കിൽ 0 ഫോളോവേഴ്സ് 0 ഫോളോയിങ്, ഇത് ഇങ്ങനെ കമന്റ് ഇടാൻ വേണ്ടി തന്നെ അവരിടുന്ന, അത് മൈൻഡ് ചെയ്തിരുന്നാൽ മതി, കാര്യമൊന്നുമില്ല. വേറെ കാര്യമൊന്നുമില്ല, നമ്മൾ നമ്മുടെ വഴിക്ക് അത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് വലിയ സങ്കടം പിടിച്ചിരിക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഫുൾ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. ഈ ജീവിതം തന്നെ ദൈവം തന്നെ, ഫുൾ ഹാപ്പി. ദൈവത്തിനോട് അല്ല, എല്ലാ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഫ്രണ്ട്സ് സർക്കിളൊക്കെ എങ്ങനെയാ? ഫ്രണ്ട്സ് നമ്മൾ സ്കൂളിൽ കോളേജിൽ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് വരാറുണ്ട്. എറണാകുളത്ത് മിക്കവാറും ഇവിടുത്തെ കമ്പനികളിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് മാസത്തിൽ 2 മാസം കൂടുമ്പോൾ ഇവിടെ വന്ന് ചില്ലാക്കിയിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ, ഞാൻ ഒരു ഫുട്ബോൾ പ്ലെയറാണ് ചെറുതായിട്ട്. അപ്പോൾ വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേന് നേരെ ഗ്രൗണ്ടിലോട്ട് പോകും, ഫുട്ബോൾ കളിക്കും. അവിടെ ഒരു കൂട്ടമുണ്ട്. പിന്നെ പള്ളിയിലെ കൂട്ടുകാരുണ്ട്, വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാർ. നമ്മളിങ്ങനെ രാത്രി തിരുവല്ലേ നിൽക്കുക, അവിടെ ഒരു ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ നേരെ വണ്ടി എടുത്ത് കുട്ടിക്കാനും പോകും, ചായ കുടിക്കും, തിരിച്ചു വരും. ആ മൈൻഡാണ്. അങ്ങനെ കുറേ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും നമ്മുടെ പാട്ടിന് സ്റ്റോറി ഇടും, ലൈക്ക് ചെയ്യും, എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അവരും കുറച്ച് തൊന്ത വൈബ. അവർ പിന്നെ പഴയ പാട്ടാ, പഴയ പാട്ടൊന്ന് പാടിക്കട, അതെല്ലാവരും. അതേസമയം നമ്മളിപ്പോൾ ഒരു 2K കിഡ്സിൻ്റെ അടുത്തോട്ട്, 2K എന്ന് പറയുമ്പോൾ 2010 ശേഷം ജനിച്ച പിള്ളേരുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേന് ഇതൊക്കെ ഏത് പാട്ടാ, ഇത് ഏത്? ഞാൻ ചോദിച്ചു, ഒരു കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇൻഹെറിയർ എന്ന സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട്? എല്ലാവരും അത് ഇത് സിനിമയാണ്.
ഞാൻ പറഞ്ഞു അതിനകത്ത് അപ്പുക്കുട്ടനെ അറിയത്തില്ലേ? അപ്പുക്കുട്ടനോ? ഞാൻ സ്റ്റേജിൽ നിൽക്കും, ഞാൻ നിന്ന് പുഴുങ്ങുക സ്റ്റേജിൽ നിന്ന്. പിള്ളേർ പറയാം എനിക്കറിയത്തൊന്നുമില്ല. അവസാനം പറഞ്ഞ നമ്മുടെ അപ്പുക്കുട്ടൻ. അപ്പോഴത്തേനും ഒരാൾ പറഞ്ഞു ഡോക്ടർ അപ്പുക്കുട്ടനല്ലേ. രക്ഷപ്പെട്ടു, ഒരാളേലും ഉണ്ടല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ മൊത്തത്തിൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ സലീമേട്ടൻ ഒരു ഈ 2K കിഡ്സിനെ ചെറുതായിട്ടൊന്ന് ട്രോളി വിട്ടായിരുന്നു. സലീമേട്ടൻ്റെ ഹ്യൂമർ സെൻസ് 2K കിഡ്സിനെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിച്ചു കൊള്ളി. പക്ഷെ അവർക്ക് ചിലരൊക്കെ അറിയാതെ പോകുന്നു. എന്നാ 2K കിഡ്സിലുള്ളവര് ഇപ്പം ബ്രോ 2K പക്ഷെ ആ ഒരു പാട്ട് ഇഷ്ടമില്ല. അതെനിക്ക് കുറെ പേര് ഉണ്ട്. ചിലവരത് മനസ്സിലാക്കുന്നുണ്ട്, ചിലവർക്ക് എപ്പോഴും ചില്ലായിട്ട് ആ ഒരു വൈബിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പത്തനംതിട്ട തിരുവല്ലയിലെ ആ വൈറലായിട്ടുള്ള ഗായകന്റെ റോബിന്റെ വിശേഷങ്ങള്. അപ്പം റോബിന് ഒരുപാട് നന്ദി ഈ ഒരു ഇന്റർവ്യൂ വന്നതിൽ. ഇനിയും ഒരുപാട് പാട്ടുകൾ പാടട്ടെ. എവിടെയായിരുന്നു ഒരു സ്വപ്നം പറഞ്ഞായിരുന്നല്ലോ, എവിടെയോ എത്തിപ്പെടണം ഇവിടെ കൊടുത്തു. നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ പുതിയ ഓഡിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വന്നപ്പോ തന്നെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം ദൈവത്തിന്റെ പേര്. കിട്ടട്ടെ, കിട്ടിയ സന്തോഷം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത പരിപാടി നോക്കും. കിട്ടിയാലും നമ്മൾ സന്തോഷം. ഓക്കെ. കാരണം ഇപ്പൊ തന്നെ കുറച്ചുകൂടി വൈറലായി. അതെ, ഇപ്പൊ ഏകദേശം ഒരു 30K ഫോളോവേഴ്സ് ഇപ്പൊ വന്നു. പാട്ടുകളൊക്കെ ഏകദേശം 1 മില്യൺ ഒക്കെ അടുത്തടുത്ത് വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഫോളോവേഴ്സ് എന്ന് പറയാറില്ല. അതെ, ഞാൻ ഫോളോവേഴ്സ് എന്ന് ആരെയും പറയാറില്ല. നമ്മളെല്ലാം ഫ്രണ്ട്സാണ്. എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന 30,000 പേര് ഇഷ്ടപ്പെടുന്ന അതെ, അവരെല്ലാം എന്റെ ഫ്രണ്ട്സാണ്. അല്ല ഫോളോവേഴ്സ് ഒന്നുമില്ല. ഞാൻ ആരും എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കും. കാണുന്ന അത്ര പറ്റുന്ന അത്ര ഞാൻ കൊടുക്കും. പക്ഷെ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. കാരണം ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. നമുക്ക് എല്ലായിടത്തും കിട്ടത്തില്ല. പിന്നെ ഞാൻ മെയിനായിട്ട് ചോദിക്കുന്നത് എങ്ങനെയാ ബ്രോ ഇങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വോയിസ് അയക്കുമ്പോഴത്തേനും മടുക്കും. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ 30K ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവരോട് ഇപ്പം എന്താണ് പറയാനുള്ളത്? നിങ്ങളോട് ഭയങ്കര നന്ദിയുണ്ട്. കാരണം ആദ്യം പാട്ടൊക്കെ ഇടുമ്പോൾ 500 വ്യൂസ് 400 വ്യൂസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്നെ ഒത്തിരി പേജുകൾ സഹായിച്ചിട്ടുണ്ട്. എന്താ അൺടോൾഡ് സ്റ്റോറി, അൺനോൺ ടാലൻസ്, പാട്ടുപുര, പിന്നെ കൽബിലെ പാട്ടുപെട്ടി, അങ്ങനെ കുറേ ബാല്യകാല സഖി, അങ്ങനെ കുറേ പേജസ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 500 ഫോളോവേഴ്സിൽ നിന്ന് അവരാണ് എന്നെ കയറ്റി 10-ൽ പിന്നെ ഞാൻ പാട്ടിങ്ങനെ ഒത്തിരിയും പേര് നമ്മുടെ ഫ്രണ്ട്സ് അവർ ഷെയർ ചെയ്ത് ഒത്തിരിയും പേരിൽ എത്തിച്ചു. പിന്നെ ഒത്തിരി പേര് എൻ്റെ പാട്ടുകൾ പല യൂട്യൂബേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജോക്കുട്ടനൊക്കെ ഇല്ലേ, ജോക്കുട്ടൻ ഒത്തിരിയും പേര് പാട്ട് അയച്ചു കൊടുത്തിട്ട് ജോക്കുട്ടൻ ബ്രോ പുള്ളി ഇത് റിയാക്ട് ചെയ്തായിരുന്നു. ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പുള്ളിയുടെയൊക്കെ വീഡിയോ എന്നും കാണുന്ന ഇത് ഞാൻ അറിയാതെ ചുമ്മാ കണ്ടോണ്ടിരിക്കും. അവസാനം തൊട്ടേ എൻ്റെ പാട്ട് കിടക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ ഉടനെ സ്റ്റോറി ആക്കിയിട്ട് പുള്ളിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ഭയങ്കര ഹാപ്പി ആയി കണ്ടപ്പോൾ. അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പം ഇനിയും നല്ല രീതിയിൽ പാടാൻ കഴിയട്ടെ, വലിയ രീതിയിലൊക്കെ സ്റ്റേജ് ഷോകളിലൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.